നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. കോഴിക്കോട് പുറക്കാട്ടിരിയിൽ 3 വയസ്സുകാരനെ മടിയിലിരുത്തി ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് RTO. കോഴിക്കോട് പുറക്കാട്ടിരിയിൽ 3 വയസ്സുകാരനെ മടിയിലിരുത്തി ഡ്രൈവിംഗ് ദൃശ്യം AI ക്യാമറയിൽ പതിഞ്ഞതിന് പിന്നാലെ വാഹനമോടിച്ച മലപ്പുറം സ്വദേശി മുഹമ്മദ് മുസ്തഫയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് RTOയുടെ നടപടി. സവർക്കർക്കായി അച്ഛന്റെ സ്വത്ത് വിറ്റു, ഭാരം 60 കിലോ വരെ കുറച്ചു, എന്നിട്ടും പിന്തുണ ലഭിച്ചില്ല. രൺദീപ് ഹൂഡ. സവർക്കറുടെ ബയോപിക്കായ ചിത്രം സ്വതന്ത്രവീർ സവർക്കർ നിർമ്മിക്കാൻ സ്വത്തുക്കൾ വരെ വിൽക്കേണ്ടി വന്നുവെന്ന് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ രൺദീപ് ഹൂഡ. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അരവിന്ദ് കെജ്രിവാളിന് ദേഹാസ്വാസ്ഥ്യം. 13 ദിവസത്തിനിടെ ശരീരഭാരം 4.5 കിലോ കുറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ED കസ്റ്റഡിയിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ദേഹാസ്വാസ്ഥ്യം. 13 ദിവസത്തിനിടെ ശരീരഭാരം 4.5 കിലോ കുറഞ്ഞു. ശരീരഭാരം അതിവേഗം കുറയുന്നതിൽ ഡോക്ടർമാർ ആശങ്ക അറിയിച്ചതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു. നിലവിൽ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ കഴിയുന്നത്. കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു. മൂന്നാനക്കുഴി ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവയെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ കിണറ്റിലെ മോട്ടോർ പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് പരിശോധിക്കാനായി എത്തിയപ്പോഴാണ് കിണറ്റിൽ കടുവയെ കണ്ടെത്തിയത്. ഗുസ്തി താരം വിജേന്ദർ സിംഗ് കോൺഗ്രസ് വിട്ട് BJPയിൽ. ഗുസ്തി താരവും കോൺഗ്രസ് പ്രവർത്തകനുമായ വിജേന്ദർ സിംഗ് BJPയിലേക്ക്. BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജേന്ദർ സിംഗ് മത്സരിച്ചിരുന്നു. സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് വിജേന്ദർ സിംഗ് മത്സരിച്ചത്. മധുരയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനിരിക്കെയാണ് വിജേന്ദർ കോൺഗ്രസ് വിടുന്നത്. നിലവിൽ മധുരയിൽ ഹേമ മാലിനിയാണ് MP. ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ജാട്ട് സമുദായ അംഗമാണ് വിജേന്ദർ സിംഗ്. BJPക്കെതിരായ ആരോപണം. അതിഷിക്കെതിരെ നിയമ നടപടി ആരംഭിച്ച് BJP. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി മർലേനയ്ക്കെതിരെ നിയമ നടപടി ആരംഭിച്ച് BJP. അതിഷിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് നൽകി. പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ EDയെ ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന അതിഷിയുടെ ആരോപണത്തിന്മേലാണ് നടപടി. ഡൽഹി BJPയാണ് നോട്ടീസ് അയച്ചത്. അതിഷി മാപ്പ് പറയണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ഗാന്ധിയെ കൊന്ന ആളുകൾ പള്ളിക്കകത്ത് കയറി ഇമാമുമാരെ കൊല്ലുന്നത് ഇതാദ്യമല്ല. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ഗാന്ധിജിയെ കൊന്ന ആളുകൾ പള്ളിക്കകത്ത് കയറി ഇമാമുമാരെ കൊല്ലുന്നത് ഇതാദ്യമല്ലെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പാച്ചല്ലൂർ അബ്ദുസലാം മൗലവി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ത് ധൈര്യത്തിലാണ് കേരളത്തിലെ ഇമാമുമാർ പള്ളിക്കകത്ത് കിടക്കുക എന്ന് മുഖ്യമന്ത്രി പറയണം.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.